കൈക്ക് മുറിവേറ്റു, വെട്ടുകൊണ്ടിട്ടിങ്ങനെ തൂങ്ങിക്കിടക്കുക, കൈ ഞരമ്പുമ്മൽ തൂങ്ങിക്കിടക്കുകയാണ്. ആ കയ്യുമായി ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് ചെന്നു. മുഅവ്വിദ് ഇബ്നു അഫ്റാ എന്ന് പറയുന്ന സ്വഹാബി, അള്ളാഹിൻ്റെ റസൂല് ആ കയ്യിങ്ങനെ പിടിച്ച് നേരെക്കാണ്ട് വെച്ചിട്ടൊന്ന് തടയി. ഫബരിയ, ശിഫയായി, ഒരു കേടും പറ്റാത്ത കൈ പോലെ ആരോഗ്യമുള്ളതായി മാറി. സിയാദത്തുൽ ഖൈർ, ബറക്കത്ത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടാകണം. ഇല്ലെങ്കിൽ ജീവിതത്തിനൊരു ഐശ്വര്യമുണ്ടാകില്ല. നമ്മൾ സമ്പാദിക്കണതിൽ, കേൾക്കുന്നതിൽ, അനുഭവിക്കുന്നതിൽ, ജീവിക്കുന്നതിൽ, സമയത്തിൽ, എല്ലാത്തിലും ബർക്കത്തുണ്ടാവണം. മക്കളിൽ, കൂട്ടത്തിൽ, കുടുംബത്തിൽ, വാഹനത്തിൽ, എല്ലാത്തിലും. അപ്പോൾ ആ ബർക്കത്ത് അല്ലാഹു ശാഫിഈ ഇമാമിൻ്റെ ബർക്കത്ത് നമുക്ക് തരുമാറാകട്ടെ. ഓരോ നൂറ്റാണ്ടുകളിലും ഓരോ പരിഷ്കർത്താവിനെ പടച്ചതമ്പുരാൻ നിയോഗിച്ചിട്ടുണ്ട്. ഒരു 100 കൊല്ലം എത്തുമ്പോൾ, ഒരു നൂറ്റാണ്ട് എത്തുമ്പോൾ, അപ്പോൾ ജനങ്ങൾക്ക് അതാതു കാലത്തെ ഇസ്ലാമികമായ മതപരമായ ദീനിയായ മുന്നേറ്റത്തിന് ചുക്കാൻ പിടിക്കുന്ന ഒരു പരിഷ്കർത്താവ്. അങ്ങനെ അയക്കപ്പെട്ട പരിഷ്കർത്താക്കളിൽ 2-ാം നൂറ്റാണ്ടിൻ്റെ പരിഷ്കർത്താവാണ് മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ. ഹിജ്റാബ്ദം 1-ാം നൂറ്റാണ്ടിൻ്റെ പരിഷ്കർത്താവ് അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനാ. ദീനി കാര്യങ്ങളിൽ മുന്നേറ്റമുണ്ടാക്കാൻ പര്യാപ്തനായ ഒരു പരിഷ്കർത്താവ്. ആ പരിഷ്കർത്താവിനെ ഓരോ കാലഘട്ടത്തിലും അള്ളാഹു, ഓരോ പ്രദേശത്തും ഓരോ നാഹിയത്തിലും അള്ളാഹു നിയോഗിക്കും. ആ നിയോഗിക്കപ്പെട്ടവരിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു തആല ഫകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അലാ റഅസിൽ മിഅത്തിൽ ഊലാ. 1-ാം നൂറ്റാണ്ടിൻ്റെ പരിഷ്കർത്താവ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഉമവിയ ഭരണകൂടത്തിലെ 8ാമത്തെ ഖലീഫയാണ്. മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ, യസീദ് ഇബ്നു മുആവിയ, യസീദിൻ്റെ മകൻ മുആവിയ, മർവാൻ ഇബ്നുൽ ഹക്കം, അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, ഇങ്ങനെ എണ്ണി 8ാമത്തെ ഭരണാധികാരിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഹിജ്റാബ്ദം 132 വരെ നീണ്ടുനിന്ന 92 വർഷത്തെ ഭരണകൂടം, റസൂലുള്ളാഹിക്ക് ശേഷം 4 ഖലീഫമാർക്ക് ശേഷം വന്ന ഭരണകൂടം. ആ ഭരണകൂടത്തിലെ 8ാമത്തെ ഖലീഫ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളാണ് 1ാമത്തെ പരിഷ്കർത്താവ്. അക്കാലഘട്ടത്തിൽ അദ്ദേഹം ദീനിന് നേതൃത്വം നൽകി, വിജ്ഞാനത്തിന് നേതൃത്വം നൽകി, ജനങ്ങളെ സമുദ്ധരിച്ചു. എന്നാൽ അതിനുശേഷം വന്ന 2ാമത്തെ പരിഷ്കർത്താവ് അർജു അൻ യകൂന ശാഫിഈ അലാ റഅസിൽ മിഅത്തിൽ ഉഖ്റാ. 2-ാം നൂറ്റാണ്ടിൻ്റെ പരിഷ്കർത്താവാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. ഇനി ഈ ഇമാമുന ശാഫിഈ ഒന്ന് സയ്യിദ് കുടുംബാണ്. ഉമ്മ വഴിയും വാപ്പ വഴിയൊക്കെ അവർ തങ്ങളാണ്. അങ്ങനെ പറഞ്ഞാൽ വേഗം മനസ്സിലാവില്ല നമുക്ക്. അവർക്കൊരു പ്രത്യേകത ഉണ്ട്, അത് ദാത്തിയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ അവരുടെ പരമ്പരാഗതമായി മുത്തു റസൂലുള്ളാഹി തങ്ങളെ ജീനാണ്. റസൂലുള്ളാഹിൻ്റെ പരമ്പരയിൽ അവിടുത്തെ പേരമക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ജന്മത്തിൽ പടച്ചതമ്പുരാൻ ശരീരത്തിൽ വെച്ചിട്ടുള്ള ജീന് തന്നെ, അത് തന്നെ അതൊരു വലിയ മഹത്വമുള്ളതാണ്. ശാരീരികമായി തന്നെ ദാത്തിയാണ്, എടുത്തു മാറ്റാൻ കഴിയാത്ത ഒരു ഫളലാണ്, ഒരു ശ്രേഷ്ഠത അവർക്കുണ്ട്. അത് കേരളക്കാരെ അടുത്ത കാലത്ത് പഠിപ്പിച്ചത് എ പി ഉസ്താദാ.
തങ്ങന്മാരുട്ടിയാണോ തങ്ങളാണോ ഏത് തങ്ങളാകട്ടെ, രാഷ്ട്രീയ തങ്ങളാകട്ടെ രാഷ്ട്രീയ ഇല്ലാത്ത തങ്ങളാകട്ടെ, തങ്ങന്മാരെ ബഹുമാനിച്ച് പൊന്നാരിച്ച് നേതൃരംഗത്ത് കൊണ്ടുവരെന്ന് പഠിപ്പിച്ച ആൾ ബഹുമാനപ്പെട്ട ശേഖന AP ഉസ്താദായിരുന്നു. ബാക്കി കേരളത്തിലത്തെ തങ്ങന്മാരുടെ ആരെങ്കിലും അറിയായിരുന്നു? രാഷ്ട്രീയത്തിൽ മികച്ചു നിൽക്കുന്ന തങ്ങന്മാർ 2-3 തങ്ങന്മാരുണ്ട്, അവരെ മാത്രമേ അറിയുള്ളൂമായിരുന്നു. അപ്പോൾ സയ്യിദാണ് എന്നത് വലിയ ഒരു നിഅമത്ത്. അവർക്ക് ഒരു മഹത്വമുണ്ട്. ആ മഹത്വം എന്താ? അത് ദാത്യ. ഇനി ആ ഒരു ദാത്തൻ ശാരീരികമായി തന്നെ പടച്ച തമ്പുരാൻ കൊടുത്തിട്ടുള്ള ആ മാഹാത്മ്യമുള്ള ആ കുട്ടി പഠിച്ച് പുറത്തുനിന്ന് ഇൽമൊക്കെ പഠിച്ച് വലിയ ആലിമായാൽ അത് ഖാരിജിയാണ്. അത് പുറത്തുനിന്ന് ഉണ്ടായൊരു ഇൽമ. വരാം പോകാം, മറക്കാം കിട്ടാം പോകാം. അത് രണ്ടും പാടങ്ങോട്ട് ചേർന്നാലോ പറയേണ്ടതില്ല. രണ്ടും പാട് ഒത്തൊരുമിച്ചൊരു ആലിമായാൽ അതാണ് ഹബീബ് റസൂലുള്ളാഹി പറഞ്ഞത്, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ഖുറൈശിയിൽപ്പെട്ടൊരു ആലിം, ഖുറൈശിയാണ്, എൻ്റെ ഖുറൈശി തറവാടായ സയ്യിദ് വംശത്തിൽപ്പെട്ടൊരു ആലിം ഭൂമുഖത്ത് മുഴുവനും വിജ്ഞാനത്താൽ നിറക്കും എന്ന് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്. ഒട്ടുമുക്കാൽ ഉലമാവും പറഞ്ഞത് അത് ഈ മഹാനായ ഇമാമുന ശാഫിഈ. ഇൽമിന് ഇൽമിൻ്റേതായ ഒരു മഹത്വമുണ്ട്, തങ്ങന്മാർക്ക് തങ്ങന്മാരുടേതായ ഒരു മഹത്വമുണ്ട്. തങ്ങളായി ഇൽമില്ലാന്ന് വെക്കുക, എന്നാൽ തങ്ങളിൽ നിന്നൊരു ആദരവുണ്ടാകും, ഇൽമിന് കൊടുക്കേണ്ട ആദരവ് കൊടുക്കൂല. ഞാൻ ചെമ്മാട് പഠിക്കുന്ന കാലത്ത് ചെറുശ്ശേരിൻ്റെ അടുത്താണ് ഞാൻ കിതാബ് ഓതിയത്. അവിടുന്ന് ബാക്കിയാത്രയൊക്കെ പോയത്. ഈ മഹല്ലി ഓതുമ്പോൾ ഓരോരോ മസാല വരുമ്പോഴും ഒരു അനുഭവം പറയും ചെറുശ്ശേരി. അധിക അനുഭവം പറയുക ബഹുമാനപ്പെട്ട ശേഖന കണ്ണിയത്തിൻ്റെ അനുഭവം പറയുക. അങ്ങനെ അരീക്കോട് ഒരു പുതിയ പള്ളി ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ അതിന് അസ്ര നിസ്കാരത്തിലാണ് ഉദ്ഘാടനം. കണ്ണിയത്ത് നല്ല ആരോഗ്യമുള്ള കാലം, എന്നാലും കുറച്ച് വയ്യായിക ഉണ്ട്. അങ്ങനെ കണ്ണിയത്തിനെ കൊണ്ടുവന്നു. ശിഹാബ് തങ്ങളുണ്ട്, ചെറുശ്ശേരി ഉണ്ട്, വേറെയും കുറേ മൗലിയാക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇമാമൊന്ന് നിസ്കരിക്കണമല്ലോ. മസ്അലയാണെന്നുള്ളതിന് ഉദാഹരണം പറയണ ഞാൻ. അല്ലാഹു തആല ഓരോരോ പദവി ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു പ്രാദേശിക തലത്തിൽ ഒരു നേതൃത്വം വഹിക്കുന്ന ഒരു സ്ഥാനമാണ് ഇമാമത്ത്. അതാരാകണം എന്നാൽ തങ്ങളായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. അതവിടെ നിൽക്കേണ്ടതാരാ? അത് ഫിഖ് പഠിച്ച ആളാകണം, ഖുർആൻ ഓതാൻ പഠിച്ച ആളാകണം. പ്രായം ഉണ്ട്, ഫിഖ്ഹും ഉണ്ട്, പ്രായമുണ്ട്, ഖുർആനും ഉണ്ട്, എന്നാൽ അവരാ മുന്തിക്കേണ്ടത്. ഇനി ഖാദിയാർ വന്നിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ ഉള്ള ഇമാമിനേക്കാൾ ഖാദിക്കാണ് വിലായത്ത് അവിടെ. ഇതൊക്കെ ഫിഖ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കണ്ണിയത്ത് വെച്ച് ആരാ നിൽക്കരിക്കാന്ന് ചോദിച്ചു. ഞാൻ അഫ്ഖഹും അസന്നും ആണ്. ഞാൻ ഫിഖ് പഠിച്ച ആളും പ്രായമുള്ള ആളുമാണ്. അഫ്ഖഹും അസന്നും ആണ് നിൽക്കേണ്ടത്. പക്ഷേ എനിക്ക് വയ്യ, ആരാ നിൽക്കരിക്കാന്ന് ചോദിച്ചു. അപ്പോൾ ചെറുശ്ശേരി പറഞ്ഞു, നമ്മളെ ശിഹാബ് തങ്ങൾ ഇവിടെ ഉണ്ട്, കണ്ണിയത്തിനെ പറ്റി ആദ്യം ഒന്ന് പഠിക്കണം. തങ്ങളുട്ടിയാണെന്ന് പറഞ്ഞാൽ തന്നെ പിടിച്ച് കൈമൊത്തും കാലുമൊത്തും തലമൊത്തും ആകെ ബഹുമാനിക്കും ഏത് തങ്ങളുട്ടികളെ. അപ്പോൾ ശിഹാബ് തങ്ങളുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹു തആല അവരെ ആഖിറം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ അല്ലാഹു നമ്മയും സർവ്വലോകത്ത് ഒരുമിച്ച് കൂടി തരുമാറാകട്ടെ. അപ്പോൾ തങ്ങളുട്ടി എന്ന് പറഞ്ഞാൽ വലിയ ആദരവും ബഹുമാനവും കാണിക്കണം ആളാണ് ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്തവർകൾ. അപ്പോൾ മൂപ്പരെടുത്ത വായിക്ക് പറഞ്ഞു, തങ്ങൾ ശിഹാബ് തങ്ങൾ അഫ്ഖഹല്ല എന്ന് പറഞ്ഞു, ഫിഖ് ഉള്ള ആളല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചെറുശ്ശേരി പറഞ്ഞു ശിഹാബ് തങ്ങൾ അസ്ഹരിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണിയത്ത് പറഞ്ഞു അസ്ഹരി അഫ്ഖഹല്ല എന്ന് പറഞ്ഞു. ഞാൻ അഫ്ഖഹും അസന്നും ആണ്, എനിക്ക് വയ്യ, സൈനുദ്ദീൻ മുസ്ലിയാർ നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? തങ്ങളെ താത്തിയതല്ല, തങ്ങളെ ഇകഴ്ത്തിയതല്ല,
തങ്ങന്മാരെ ഇകഴ്ത്താനും പാടില്ല. തങ്ങന്മാരിഞ്ഞ് കള്ളുടിച്ച് നടന്നോട്ടെ, പെണ്ണുടിച്ച് നടന്നോട്ടെ, എന്ത് തെമ്മാടുത്തരം ചെയ്താലും തങ്ങൾ എന്നുള്ള ആ ഒരു പദവി അത് മുത്തുനബിൻ്റെ ജീന, അതിനെ കുറ്റം പറയരുത്. ഇവിടെ എന്താ, ഇൽമിൻ്റെ പവറുണ്ട്. ആ പവറാണ് ഇവിടെ കണ്ണിയത്തിൻ്റെ വാക്കുകളിൽ. ഇൽമ് ഫിഖ് പറഞ്ഞെന്താ, ആര് ഇമാമത്ത് നിൽക്കണം, ഇമാമത്ത് നിൽക്കണയിടത്ത് ഇന്നയാളാകണം എന്ന് പറഞ്ഞിടത്തൊന്നും സയ്യിദ് ഉണ്ടെങ്കിൽ സയ്യിദാകണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ ഇതാ രണ്ട് മഹത്വമുള്ളൊരു മഹാൻ, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ഭൂലോകം മുഴുവനും ഇൽമാൽ വിജ്ഞാനത്താൽ നിറക്കും. ഇന്ന് മഗ്രിബ് വരെ നമ്മൾ വുളു ഉണ്ടാക്കിയില്ലേ, ഇനി ഇശാക്ക് നാം വുളു ഉണ്ടാക്കില്ലേ, നാം നിസ്കരിക്കില്ലേ, ഇത് മുഴുവനും നമുക്ക് മണിമണിയായി പഠിപ്പിച്ചു തന്നത് ആരാണ്? ഹബീബ് റസൂലുള്ളാഹി. തങ്ങളെ ഹദീസ് മുമ്പിൽ കയ്യിൽ പിടിച്ചാൽ നമുക്ക് വുളു ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയോ? ഖുർആൻ 30 ജുസുവിൻ്റെ ഒരു മുസാഹബ് എടുത്ത് മോനെ ഏതാ പിടിച്ചോ, ഇതിലുണ്ട് വുളു എങ്ങനെയാണെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയോ? ബുഖാരിയും മുസ്ലിമും ഹദീസിൻ്റെ സമാഹാരങ്ങളാണ്. അതൊന്നായിട്ടെടുത്ത് കയ്യിൽ തന്നിട്ട് ഇതാ ഇതിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണക്കാർക്ക് അറിയോ? ഇത് എല്ലാം വെച്ച് കണക്ക് കൂട്ടി ഇജ്തിഹാദ് ചെയ്ത് ഗവേഷണമായി മണിമണിയായി ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ ഇമാമുന ശാഫിഈ. അപ്പൊ ശാഫിഈ ഇമാമ് അതാ ലോകം മുഴുവനും ഇൽമാൽ നിറച്ചു. തല മുഴുവനും തടകണോ അല്പം തടകണോ? ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, തല തടകുക എന്ന് പറയണമെങ്കിൽ കയ്യിങ്ങനെ വെച്ചാ പോരാ, കയ്യിങ്ങനെ വെച്ചിട്ടൊന്ന് നടത്തണം, അപ്പോഴേ തടകലാകുള്ളൂ. അപ്പൊ അതിന് തലയുടെ 1/4 ഭാഗമെങ്കിലും തടകണം. അത് മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞതാണ്. ശാഫി ഇമാമ് പറഞ്ഞു അത് വേണ്ട, മസഹ എന്ന് പറഞ്ഞാൽ ഒരു വിരൽ വെച്ചിങ്ങ് തടകിയാലും മതി. അപ്പൊ ആളുകൾക്ക് എത്ര സൗകര്യ, ഇങ്ങനെയൊന്ന് തോന്നണ്ടല്ലോ നമ്മൾ, ഇത് മതി. പക്ഷേ മുഴുവനും തടകൽ സുന്നത്താണ്. ഞാൻ ഒരു മസ്അല പറഞ്ഞതാ. ഈ ഒരു മസ്അല പ്രകാരം ആരൊക്കെ ലോകത്ത് വുളു ഉണ്ടാക്കി, ആ കോടാനകോടി മനുഷ്യന്മാരെ വുളുവിന്റെ ഒരു പങ്ക് ഇമാമുന ശാഫിഈ തങ്ങളെ അക്കൗണ്ടിലേക്ക് ചെല്ലുകയാണ്. ഇതാണ് ആലിമു ഖുറൈശിൻ. ഒന്ന് ഖുറൈശിയാണ്, തങ്ങളാണ്. 2 ആലിമാണ്. അപ്പൊ ഇൽമിൻ്റെതായ മഹത്വമുണ്ട്. വലിയ വലിയ അന്തരീക്ഷത്തിലൂടെ പറക്കണ കറാമത്തൊന്നും കാട്ടിയിട്ടുണ്ടാവൂല. ആലിമീങ്ങളെ കറാമത്ത് അവരുടെ ഇൽമാണ്. ആലിമീങ്ങളുടെ കറാമത്ത് എന്ന് പറയുന്നത് അവരെ ഇൽമാണ്, അവരെ കിതാബുകളാണ്, അവരെ ഇൽമിയായ സേവനങ്ങളാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഗസയില, അതായത് ഇന്നത്തെ ഫിലസ്തീനിലെ ഗസ. ഫിലസ്തീനിലെ ഗസ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാനായ ഇമാമുന ശാഫിഈ ജനിക്കുന്നത്. ചെറുപ്പത്തിലേ തന്നെ യൗവനത്തിലെ ഉപ്പ മരിച്ചുപോയി. പിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിതം മുമ്പോട്ട് നീങ്ങിയത്. അനാഥനായ ഈ ബാല്യത്തെ, ഈ കുഞ്ഞുമോനെ വളർത്തിയുണ്ടാക്കിയത് മുഴുവനും ഉമ്മയാണ്. അങ്ങനെ വളർന്ന് വലുതായി 2 വയസ്സ് പ്രായമായപ്പോൾ ഹിജറ 150-ാം വർഷം, ഹിജറ 150-ാം വർഷം ഗസയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ് കുഞ്ഞിനെയും കൊണ്ട്. അങ്ങനെ മക്കയിൽ വന്ന്, പരിശുദ്ധ മക്കയിൽ വന്ന് പിന്നെ അവിടെ താമസിക്കുന്നു 9 കൊല്ലം. മക്കയിലേക്ക് വരുമ്പോൾ 2 വയസ്സാണ്. 2 കൊല്ലമാണ് ജനിച്ച നാട്ടിൽ നിന്നത്. നമുക്ക് ആ ക്ലാസ്സും ഈ ക്ലാസ്സും നടക്കൂലേ? 2 ക്ലാസ് നടക്കൂലേ? 2 കൊല്ലമാണ് ഗസയിൽ. ഗസ ഇപ്പോഴും വെടിയൊച്ച നിരക്കാത്ത ഭൂമിയാ ഗസ. ഫലസ്തീൻ അതോറിറ്റിയുടെ ഭാഗമുള്ള പ്രദേശമാണ്. അവിടത്തേക്ക് ടൂറിസ്റ്റുകൾക്കൊന്നും പ്രവേശനമില്ല. ടൂറിസ്റ്റുകളായി പോകുന്ന ആളുകൾക്ക് ഗസയിലേക്ക് പ്രവേശനമില്ല. ആ ഗസയിലാണ് ഇമാമുന ശാഫിഈ ജനിച്ചത്. 2 കൊല്ലം അവിടെ ജീവിച്ചു. 2ാമത്തെ വയസ്സിൽ മക്കയിലേക്ക് വന്നു. 9 കൊല്ലമാണ് പരിശുദ്ധ മക്കയിൽ ജീവിച്ചത്. ആ കുട്ടിപ്രായത്തിൽ 11ാമത്തെ വയസ്സ് വരെ, 11 വയസ്സിനിടയിൽ ഖുർആൻ ഹിഫ്ളാക്കി.
ഖുർആൻ കീപ്പട്ടും മേപ്പട്ടും ഒക്കെ ഇന്നത്തെ മക്കൾ ഹിഫ്ളാക്കി ഓതുന്നത് പോലെ അന്ന് ഓതാൻ പഠിച്ചു. അത്യാവശ്യം ഫിഖ്ഹുകൾ കാര്യങ്ങൾ എല്ലാം അവിടുന്ന് പഠിച്ചു. ഈ 11 വയസ്സിനിടയിൽ ഒട്ടനവധി ശൈഖന്മാരിൽ നിന്നും ഇൽമു പഠിച്ചു. അങ്ങനെ ഇമാമുന ശാഫിഈ പിന്നെ മദീനയിലേക്ക് മഹാനായ ഇമാം മാലിക് തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഇൽമു പഠിക്കാൻ വരികയാണ്. മദീനയിലേക്കാണ് പ്രയാണം. മദീനയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് മദീനയിലെ അന്നത്തെ ഗവർണർക്ക് മക്കയുടെ ഗവർണറിൽ നിന്നും ഒരു കത്ത് വാങ്ങിയിട്ടുണ്ട്. ആ കത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ വരുന്ന കുട്ടി തങ്ങൾ കുട്ടിയാണ്, ഖുറൈശി കുട്ടിയാണ്, ആലിമാണ്, കുട്ടി അസാധാരണമായ കഴിവുള്ള കുട്ടിയാണ്. ഈ കുട്ടിക്ക് മാലിക് ഇമാമിൽ നിന്ന് ഇൽമു പഠിക്കാനുള്ള എല്ലാ സൗകര്യവും സജ്ജീകരണങ്ങളും ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മക്കയിലെ ഖലീഫയിൽ നിന്നും അമീറിൽ നിന്നും മദീനയിലെ ഗവർണർക്കൊരു കത്ത് വാങ്ങിയിട്ടുണ്ട്. മഹാനായ ഇമാമുന ശാഫിഈ 11ാമത്തെ വയസ്സിൽ മദീനത്തെ പള്ളിയിലെത്തുന്നു. ആരാണ് അവിടുത്തെ ഇമാമു ദാരിൽ ഹിജറ, മദീനയിലെ ഇമാം എന്ന പേരിൽ അറിയപ്പെട്ട മാലിക് ഇമാമാണ് മുദർരിസ്. എവിടെ വെച്ചാ ദർസ് നടത്തുന്നത്? പള്ളിൻ്റെ അകത്തുനിന്ന. പള്ളി തന്നെ എവിടെന്ന്? പള്ളിയിലെ റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന റൗളയുണ്ടല്ലോ, അവിടെ വെച്ചാണ് ദർസ്. ദർസ് ഖിബിലാക്ക് തിരിഞ്ഞിരുന്നിട്ടാണ്. ഖിബിലാക്ക് തിരിഞ്ഞ് മാലിക് ഇമാം ഇരുന്നാൽ ഇടതു ഭാഗത്ത് കിടക്കുന്നത് ആരാ? ഹബീബ് റസൂലുള്ളാഹി. എങ്ങനെ ദർസ്? എന്നോട് എൻ്റെ ശൈഖായ നാഫിഉ തങ്ങൾ പറഞ്ഞു, അവരോട് അവരെ ശൈഖായ ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, അവരോട് അക്കടക്കുന്ന റസൂലുള്ള പറഞ്ഞു. ഇങ്ങനെ ദർസ് നടത്തുന്നത്. ഒരു ദിവസം 40 ഹദീസുകളാണ് എടുക്കുക. ശാഫിഈ ഇമാം അവിടെ ചെന്നിരുന്നു. വന്ന കുട്ടി വിരുന്നുകാരൻ കുട്ടിയാണ്. ഈ കുട്ടി അവിടെ ഇരുന്നിട്ടത് മുഴുവനും കേട്ട് പലരും എഴുത്തോലകളിലും എല്ലും കഷ്ണങ്ങളിലും തോൽ കഷ്ണങ്ങളിലൊക്കെ എഴുതി വെക്കുന്നുണ്ട്. ശാഫിഈ ഇമാം ഒന്നും എഴുതി വച്ചിട്ടില്ല. അത് കേട്ടത് മുഴുവനും ലഹ്റുൽ ഖൽബിലായി, അഥവാ മനപ്പാടത്തിലായി. ദർസ് കഴിഞ്ഞപ്പോ ഇമാം ഉസ്താദായ മാലിക് തങ്ങളെ സമീപിച്ചു. ആദരപൂർവ്വം താഴെ ഇരുന്ന് അമീറിന് എഴുതിയ കത്ത് കാണിച്ചു കൊടുത്തു. വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണല്ലോ, വിദേശിക്കുട്ടിയല്ലേ, മദീനക്കാരനല്ലല്ലോ, ദൂരെ നിന്ന് ഇൽമു പഠിക്കാൻ വന്ന കുട്ടിയല്ലേ. അല്ലാഹു തആല ഈ നാട്ടുകാർക്ക് അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യും, ഒരു സംശയമില്ല. അത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളെ പരമ്പരകളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുക. അത് ബർക്കത്ത് ഞാൻ ഒന്നായിട്ട് ഇങ്ങനെ എടുത്ത് പൊക്കി കാണിക്കാൻ ആനത്തടിയോളം വലുപ്പമൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ ജീവിതത്തിലുടനീളം അത് നിഴലിക്കും. എന്തുകൊണ്ടാണ്? അത്രയധികം ആലിമീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും ആഹാരം കൊടുത്ത് സൗകര്യം ചെയ്ത് പോറ്റുന്ന ഉമ്മമാരും ഉപ്പമാരുള്ള നാടാണിത്. അള്ളാഹു ബർക്കത്ത് നിലനിർത്തി തരുമാറാകട്ടെ. മാലിക് ഇമാമിൻ്റെ മുമ്പിൽ, ഉസ്താദിൻ്റെ മുമ്പിൽ അന്ന് അവിടെ നിന്ന് കേട്ട ആ 40 ഹദീസുകളും മനപ്പാടം കൂട്ടി ചൊല്ലിക്കൊടുത്തു. ക്ലാസ്സിലിരുന്ന് ക്ലാസ് കഴിഞ്ഞതോടുകൂടി 40 ഹദീസുകളും കാണാപ്പാടം ചൊല്ലിക്കൊടുത്തു. അപ്പോൾ ഇതൊരു സാധാരണ കുട്ടിയല്ല, അങ്ങേറ്റത്തെ മനഃശക്തിയുള്ള കുട്ടിയാണ്, ഓർമ്മശക്തിയുള്ള കുട്ടിയാണ്. വൈകുന്നേരം പോയപ്പോൾ മാലിക് ഇമാം വിരുന്നുകാരനായി വന്ന ഈ കുട്ടിയെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയി വിരുന്നുകാരനായി ഒരാൾ എത്തിയാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഭക്ഷണം കൊടുക്കണം, പിന്നെ കിടക്കാൻ റൂം കാണിച്ചു കൊടുത്തു, തഹജ്ജുദ് എഴുന്നേൽക്കുമ്പോഴുള്ള വെള്ളം കാണിച്ചു കൊടുത്തു, സുബഹിക്ക് നിസ്കരിക്കേണ്ട എല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഇനി മോനെ ഭക്ഷണം കഴിക്കുക എന്നും പറഞ്ഞിട്ട് മാലിക് ഇമാം വെള്ളപ്പാത്രമെടുത്ത് കുട്ടിയുടെ കയ്യിൽ വെള്ളമൊഴിച്ചു കൊടുക്കുക. അപ്പോൾ ശാഫി ഇമാമിനൊരു ചടപ്പ്. 11 വയസ്സായ കുട്ടി, ഇത്ര വലിയ ഉസ്താദായല്ലോ, എനിക്ക് കയ്യുമ്മൽ വെള്ളമൊഴിച്ചു തരികയല്ലേ. അപ്പം ലാ യുറവ്യുക മാ റഅയ്ത മിന്നി, ഞാൻ നിൻ്റെ ഉസ്താദാണ്, നീ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് മോനെ നിന്നെ അതിന് പിന്തിരിപ്പിക്കണ്ട.
ഇത് ഇക്റാമുൽ ലൈഫാൻ. മൻ കാന യുമിനു ബില്ലാഹി വറസൂലിഹി ഫൽയുക്രിം ദൈഫഹു ഖാല റസൂലുള്ളാഹി. അള്ളാഹിന്റെ റസൂല് പറഞ്ഞതാണ്, അള്ളാഹുവിലും തിരുദൂതരിലും ഈമാനുള്ളവരാരാണോ വിരുന്നുകാരൻ വന്നാൽ ഫൽയുക്രിം, ആ വിരുന്നുകാരനെ ആദരിക്കട്ടെ. ആദരവിൽപ്പെട്ടതാണ് വിരുന്നുകാരൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് കൈ കഴുകുമ്പോൾ പൈപ്പ് ഒന്ന് തിരിച്ചു കൊടുക്കുക, കൈ തുടക്കാനുള്ള കർച്ചീഫ് ഒന്ന് എടുത്തു കൊടുക്കുക, ഭക്ഷണം വിളമ്പി കൊടുക്കുക. ഇങ്ങനെ അയാൾ തിരിച്ചു പോകുന്നത് വരെ, വണ്ടി കയറുന്നത് വരെ, ഗേറ്റ് കിടക്കുന്നത് വരെ ഒന്ന് പിന്നാലെ ചെന്ന് യാത്രയാക്കുക. ഇതൊക്കെ ഇക്റാമുൽ ലൈഫിന്റെ ഭാഗമാണ്, ആദരവിൻ്റെ ഭാഗമാണ്. ഇന്ന് സൈദാലിലെ ഇക്റാമിന് ഇന്ന് മാന മാറിപ്പോയി. ഫൽ യുക്രിം ലൈഫഹു എന്ന് പറഞ്ഞാൽ ലൈഫിനെ ആക്രമിക്കണ കാലം. ഇപ്പോൾ ഫൽ യുക്രിം എന്ന് പറഞ്ഞാൽ ആക്രമിക്കട്ടെ എന്ന് അർത്ഥം വെക്കണ കാലമാണ്. ഇവിടെ ഉണ്ടോയെന്നറിയില്ല, ഇവിടുത്തെ സ്ഥിതി എനിക്കറിയില്ല. കല്യാണത്തിന് വിരുന്ന് ക്ഷണിക്കും നമ്മൾ. കത്ത് കൊടുത്ത് അങ്ങാടിയിൽ നിന്ന് കണ്ടപ്പോഴൊക്കെ ഞാൻ കത്തുമായിട്ട് നിൻ്റെ വീട്ടിൽ വന്നിരുന്ന്, എന്നെ കണ്ടില്ല, കല്യാണമാണ്, മോളെ കല്യാണമാണ്, വരണട്ടാ, മറക്കരുത്, കുട്ടികളൊക്കെ കൂട്ടി വരണം എന്നൊക്കെ പറഞ്ഞ് വലിയ പുന്നാരിച്ച് ആദരിച്ച് കൂട്ടി ക്ഷണിച്ച് ഈ വന്നിട്ട് ഇവരൊന്ന് സ്വീകരിക്കാൻ നമുക്ക് സമയമില്ല, ഇവർക്കൊന്ന് വിളമ്പി കൊടുക്കാൻ നമുക്ക് സമയമില്ല. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ബൊഫയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ വിളമ്പി തിന്നോളണം, തല്ലിട്ട് തിന്നോളണം, പ്ലേറ്റ് കാട്ടി തിന്നോളണം. ഞാനും മയമാകൊക്കെ ടൂറ് പോയിട്ട് അങ്ങനെ വിളമ്പി തിന്നിട്ടൊക്കെ ഉണ്ട്. അത് വലിയ വലിയ ഹോട്ടലിൽ പോകുമ്പോൾ, വലിയ ഹോട്ടലിൽ ചെന്നാൽ അവിടെ നമുക്ക് ഇഷ്ടം പോലെ തിന്നാന്നുള്ളതൊക്കെ ഇങ്ങനെ 10-28 ഐറ്റംസ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ വിളമ്പി തിന്നും എന്നല്ലാതെ ഇത് നമ്മൾ ക്ഷണിച്ച് വരുത്തിയ നമ്മുടെ അതിഥികളാണ് ഈ കല്യാണത്തിന് വന്നിട്ടുള്ളത്. അവരെ ഇക്റാമ് ചെയ്യുക, ആദരിക്കുക എന്ന് നമ്മളെ മുസ്ലിം സാമാന്യ ബാധ്യതയാണ്. ഇക്കട്ടെ, അങ്ങനെ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മദീനയിൽ ജീവിച്ചു. എത്ര വയസ്സ് വരെ? 13ാമത്തെ വയസ്സിൽ അവിടെ എത്തിയിട്ട് 16 കൊല്ലം അവിടെ മദീനയിൽ തന്നെയാണ്. 30ാമത്തെ വയസ്സിലാണ് പിന്നെ മദീനയിൽ നിന്ന് യമനിലേക്ക് പോകുന്നത്. മാലിക് ഇമാം വഫാത്താകുന്നത് വരെ അവിടെ തന്നെയായിരുന്നു. 16 കൊല്ലം ശാഫിഈ ഇമാം മദീനയിൽ ഇമാം മാലിക് തങ്ങളെടുത്തുനിന്ന് കിതാബോധി പഠിച്ചു, ഇൽമു പഠിച്ചു. സുബ്ഹാനല്ലാഹ്, 30ാമത്തെ വയസ്സിൽ യമനിലേക്കാ പോകുന്നത്. 5 കൊല്ലം യമനിൽ നിന്നിട്ടുണ്ട്. ഹിജറ 34 വയസ്സാകുന്നത് വരെ യമനിൽ തന്നെയാണ്. അവിടെ ജനങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്നു. എത്രയോ ആയിരക്കണക്കായ ശിഷ്യന്മാർ ആ മഹാഗുരുവിൽ നിന്ന് വിജ്ഞാനം നുകരാൻ. അങ്ങനെ 34ാം വയസ്സിൽ പിന്നെ അവിടെ നിന്ന് ബഗ്ദാദിലേക്ക് പോവുകയാണ്. 34ാമത്തെ വയസ്സിൽ ബഗ്ദാദിലെത്തി. 2 കൊല്ലമാണ് ബഗ്ദാദിൽ നിന്നത്. 36ാമത്തെ വയസ്സിൽ വീണ്ടും മക്കയിലേക്ക് തിരിച്ചു വരുന്നു. മക്കയിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം 9 കൊല്ലം വീണ്ടും മക്കത്ത് തന്നെയാണ്. ഒരു മഹാമനീഷിയുടെ ജീവിതത്തിൻ്റെ പ്രയാണം നാം മനസ്സിലാക്കണം. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇതിലൊന്നും ഒരു സ്വന്തം തൊഴിലിന് പോയിട്ടില്ല, കച്ചവടത്തിന് പോയിട്ടില്ല, ജീവിത പ്രാരാബ്ധങ്ങൾക്ക് വേണ്ടി പോയിട്ടില്ല. ഈ നടന്നുള്ള വിജ്ഞാന സമ്പാദനം, വിജ്ഞാനത്തിൻ്റെ സമ്പാദനം ഒരു ഭാഗത്ത് കൂടെ നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ആ രാജ്യത്തെ കിടയറ്റ വലിയ വലിയ ആലിമീങ്ങളൊക്കെയും ശാഫിഈ ഇമാമിൻ്റെ അടുത്ത് വന്ന് ഇൽമു പഠിക്കുകയാണ്. 9 കൊല്ലം മക്കത്ത് നിന്നിട്ട് 45ാമത്തെ വയസ്സിൽ അതാ വീണ്ടും പോകുന്നു ബഗ്ദാദിലേക്ക് 2ാം തവണ. ആ ബഗ്ദാദിൽ ആദ്യം ജീവിച്ച കാലഘട്ടത്തിൽ ശാഫിഈ ഇമാമിൻ്റെ അഭിപ്രായങ്ങളും ഇൽമുകളും മൂപ്പരുടെ ഗവേഷണങ്ങൾക്കുമാണ് ഖദീമായ ഖൗലെന്ന് പറയുന്നത്. 2ാമത് വീണ്ടും മഹാനായ ശാഫിഈ ഇമാം ബഗ്ദാദിൽ വന്നു. ആ ബഗ്ദാദിലെ ജീവിതത്തിനിടയിൽ 2 കൊല്ലം, ആ 2 കൊല്ലക്കാലത്തെ വിജ്ഞാനങ്ങൾക്കാണ് ശാഫിഈ ഇമാമിൻ്റെ ജദീദായ ഖൗല്, പുതിയ വീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ശാഫിഈ ഇമാമിന് ചില മസ്അലകളിൽ 2 വീക്ഷണങ്ങളുണ്ട്.
ചില ആദ്യകാലത്ത് കിട്ടിയ ഗവേഷണപ്രകാരം ഉള്ള വീക്ഷണത്തിന് ഖദീമായ കൗല് എന്ന് പറയും. പിന്നീടുണ്ടായ വീക്ഷണങ്ങൾക്ക് ജദീദായ കൗലെന്ന് പറയും. വീണ്ടും ബഗ്ദാദിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. ആ വരവ് മൂന്നാമത്തെ തവണയാണ്. 2 വയസ്സുള്ളപ്പോൾ മക്കത്ത് വന്നു, പിന്നെ മദീനത്ത് പോയി, യമനിൽ പോയി, ബഗ്ദാദിൽ പോയി. ബഗ്ദാദിൽ നിന്ന് രണ്ടാമത് വന്നു മക്കയിലേക്ക് 9 കൊല്ലം നിന്നു. പിന്നെ വീണ്ടും പോയി ബഗ്ദാദിലേക്ക്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും 3-ാം തവണ മക്കയിലേക്ക് വരികയാണ്. ആ മക്കയിൽ വന്ന് 1 കൊല്ലം നിന്നു. വീണ്ടും 3-ാമത് ബഗ്ദാദിലേക്ക് പോകുന്നു ശാഫിഈ ഇമാം. അന്ന് വയസ്സ് 48. 1 കൊല്ലം അവിടെ നിൽക്കുമ്പോഴാണ് മഹാനായ ശാഫിഈ ഇമാം ആ ഈജിപ്തിൽ നിന്നുകൊണ്ട് ക്ഷണിച്ചൊരു കത്ത് വരുന്നത്. ഇമാം ഷാഫിയെ ക്ഷണിക്കുകയാണ്. ബഗ്ദാദിൽ നിന്ന് ഈജിപ്തിലേക്ക് ക്ഷണം വരികയാണ്. ഈജിപ്താകട്ടെ അക്കാലഘട്ടത്തിൽ മാലിക്കി മദ്ഹബാണ് അവിടെ പ്രശസ്തമായിട്ടുള്ളത്. പ്രശസ്തമായ മാലിക്കി മദ്ഹബുള്ള ആ രാജ്യത്തേക്ക്, അവിടുത്തെ കൊട്ടാരവും ഗോപുരവും എല്ലാം അവിടെയാണ്. എല്ലാവരും മാലിക്കി ഫിഖ്ഹികാരാണ്. മഹാനായ ശാഫിഈ ഇമാമിന് അങ്ങോട്ട് ക്ഷണം വന്നു. ആ ക്ഷണം വന്നപ്പോൾ ശാഫിഈ ഇമാം പോവുകയാണ് ബഗ്ദാദിൽ നിന്ന് ഈജിപ്തിലേക്ക്. ആകെ 4 കൊല്ലമാണ് ഈജിപ്തിൽ ജീവിക്കുന്നത്. ആ പോകുന്ന സമയത്ത് മഹാനായ ശാഫിഈ ഇമാം പോകുന്ന സമയത്ത് ചൊല്ലിയ 2 വരി കവിതയുണ്ട്. ആ കവിതയിൽ പറയുകയാണ്, എന്നെ ഈജിപ്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്നെ എന്തിനാ അങ്ങോട്ട് ക്ഷണിക്കുന്നത്? അവിടെ ഞാൻ ജീവിക്കാനാണോ, അല്ല അവിടെ പോയി മരിക്കാനാണോ? എൻ്റെ ആയസ് കുറെ അങ്ങോട്ട് എത്തിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ പോയി മരണപ്പെടാനാണോ എന്നെ വിളിക്കുന്നത്? അതല്ല അങ്ങോട്ട് ക്ഷണിക്കുന്ന അവിടെ സ്ഥിരമായി ജീവിക്കാനാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇമാമുന ശാഫിഈ പോയത് ഈജിപ്തിലേക്ക്. അബ്ദുല്ലാഹി ഇബ്നുൽ ഹക്കം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ മാലിക്കി ഫഖീഹായിരുന്ന ഒരു വലിയ ധനാഢ്യനായ ഒരു ആരിബിന്റെ വീട്ടിലാണ് ശാഫിഈ ഇമാം ഈജിപ്തിൽ വിരുന്ന് ചെല്ലുന്നത്. ഇപ്പോൾ ഈജിപ്തിൽ ശാഫിഈ ഇമാമിൻ്റെ മഖാമ് ഖബർ ഉള്ള വീട് ആ വീടാണ്. പള്ളിയോട് ചേർന്നാന്ന് മാത്രം വീടാണത്. അവിടെ ഒന്ന് ശാഫിഈ ഇമാമിൻ്റെ ഖബർ, 2 ഈ അബ്ദുല്ലാഹി ഇബ്നുൽ ഹക്കമിൻ്റെ ഖബർ, 3 പിന്നെ ഒരു ഈജിപ്ത് ഭരിച്ചിരുന്നൊരു രാജ്ഞി, രാജാവിൻ്റെ ഭാര്യ രാജ്ഞിയുണ്ട്, ആ രാജ്ഞിയുടെ ഖബർ. ഇങ്ങനെ ഏതാനും ചില്ലറ ഖബറുകളാണ് അവിടെ ഉള്ളത്. അതൊരു വലിയ കൊട്ടാരം പോലെയുള്ള ഒരു വീടിനകത്താണ്. ഇപ്പം അത് തെർമീമ് നടക്കുക. 2 വർഷത്തോളമായി അവിടെ ഇങ്ങനെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ആ പള്ളി, ആ കുബ്ബ, ശാഫിഈ ഇമാമിൻ്റെ ഖബറുള്ളത്. ആ വീട്ടിലാണ് അബ്ദുല്ലാഹി ഇബ്നുൽ ഹക്കം തങ്ങൾ. അന്ന് മൂപ്പരും വലിയ മാലിക്കി മദ്ഹബുകാരനാണ്. ഈജിപ്തിൽ ഒന്നായിട്ട് മാലിക്കി ഫിഖ്ഹാണ്. അപ്പോൾ കുറഞ്ഞ ഹനഫി ഫിഖ്ഹുകാരുണ്ട്. ഈ വീട്ടിൽ ചെന്ന് താമസം തുടങ്ങി. എന്നിട്ട് ശാഫിഈ ഇമാം അങ്ങോട്ട് ദർസ് തുടങ്ങി. അവിടെ നേരം വെളുത്ത് എഴുന്നേറ്റാൽ 700ഓളം വരുന്ന മൃഗങ്ങൾ പുറത്തിങ്ങനെ കെട്ടിയിട്ടുണ്ടാവും. നമ്മളൊക്കെ വന്ന് 2 വീലർ വെക്കണത് പോലെ, കാറ് വെക്കണത് പോലെ. അങ്ങനെ കാറും 2 വീലറൊന്നുമില്ല. ഈ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തൊക്കെയാണ് വരിക. 700ഓളം വരുന്ന ഒട്ടകങ്ങൾ, മൃഗങ്ങൾ, വാഹനങ്ങൾ. ഇതെന്തിനു വന്നതാ? ശാഫിഈ ഇമാമിൻ്റെ വായയിൽ നിന്ന് വരുന്ന ഇൽമ് കെട്ടുപഠിക്കാൻ വരുന്ന വലിയ 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 പണ്ഡിറ്റുകളാണ്. 4 കൊല്ലമെടുത്തില്ല. അതിനു മുമ്പ് തന്നെ ഈജിപ്ത് മുഴുവനും ശാഫിഈ മദ്ഹബ് കൊണ്ട് നിറഞ്ഞുപോയി. അന്ന് ഹനഫി ഫിഖ്ഹുകാരായ പല ആലിമീങ്ങളും പല കുടുംബക്കാരും ഒക്കെ ശാഫിഈ മദ്ഹബിലേക്ക് മാറി. ഓരോ മസ്അലക്കും ശാഫിഈ ഇമാമിന്റെ വ്യാഖ്യാനം അങ്ങോട്ട് കേട്ടാൽ, ശാഫിഈ ഇമാമിന്റെ നിരീക്ഷണങ്ങൾ കേട്ടാൽ, ശാഫിഈ ഇമാമിന്റെ വിവരണങ്ങൾ കേട്ടാൽ എതിർക്കാൻ അവർക്ക് വകുപ്പില്ല. അതാ മദ്ഹബ് മാറ്റം എന്ന് പറഞ്ഞാൽ. എല്ലാവരും ശാഫിഈ മദ്ഹബുകാരായി. സുബ്ഹാനല്ലാഹ്. ശാഫിഈ ഇമാം വലിയ ധർമ്മിഷ്ഠനാണ്, വലിയ പണ്ഡിറ്റാണ്. 2ാമത് ഈജിപ്തിൽ വന്നിട്ട് 49ാമത്തെ വയസ്സിലാണ്.
54-ാമത്തെ ഹിജറാബ്ദം 204 അവരെ വഫാത്ത്. ഹിജറാബ്ദം 148 ജനനം. 148 ജനിച്ച അവര് 56 വയസ്സാണ് ആ ഒരു മനുഷ്യന്റെ പുരുഷായസ്. ഈ ഇരിക്കുന്നവരിൽ പലരും 60 വയസ്സ് കഴിഞ്ഞവരുണ്ട്, 65 ആയവരുണ്ട്, 70 കഴിഞ്ഞവരുണ്ട്, 55 കഴിഞ്ഞവരുണ്ട്, 50 എത്തിയവരുണ്ട്. നോക്കണം, 56 കൊല്ലമാണ് ഒരു മനുഷ്യൻ ജീവിച്ചത്. ഈ ജീവിതത്തിനിടയിൽ ഇന്ന് ശാഫിഈ ഇമാമിനെ ഓർക്കാത്ത, അനുസരിക്കാത്ത, അംഗീകരിക്കാത്ത ലോകം എവിടെയും ഇല്ല. ലോകത്തിൻ്റെ ഏത് മുക്കുമൂലയിൽ ചെന്നാലും ഞങ്ങൾ ശാഫിഈ മദ്ഹബുകാരാണ്, ശാഫിഈ ഫിഖ്ഹുകളാണ്. നോക്കൂ, ശാഫിഈ ഇമാം ഈ ജീവിച്ച കാലമത്രയും ധാരാളം ആലിമീങ്ങളെ പഠിപ്പിച്ചുണ്ടാക്കി. ധാരാളം വൻകിടകളായ ആലിമീങ്ങൾ ശാഫിഈ മദ്ഹബ് സ്വീകരിച്ചു. വിവിധ മദ്ഹബുകളിൽ നിന്ന് മാറ്റങ്ങളുണ്ടായി. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ 4-ാമത്തെ മദ്ഹബിന്റെ ഇമാമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ശാഫിഈ ഇമാമിന്റെ ശിഷ്യനാണ്. ബഗ്ദാദിൽ ജീവിച്ച കാലഘട്ടത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇൽമ് പഠിച്ചതും സ്വീകരിച്ചതും ഫിഖ്ഹ് പഠിച്ചതും മുഴുവനും ശാഫിഈ ഇമാമിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ശാഫിഈ ഇമാമിന്റെ ശിഷ്യത്വം സ്വീകരിച്ചപ്പോൾ തന്നെ 4-ാമത്തെ മദ്ഹബായ ഹംബലി മദ്ഹബ് എന്ന മദ്ഹബിന്റെ മുജ്തഹിദായ ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഒരൊറ്റ നിസ്കാരത്തിലും ഉസ്താദായ ശാഫിഈ ഇമാമിന് വേണ്ടി ദുആരക്കാത്ത ദിവസങ്ങളില്ല. ഉസ്താദായ ശാഫിഈ ഇമാമിന് വേണ്ടി ദുആരക്കാത്ത ഒരൊറ്റ ദിവസവും ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് കടന്നുപോയിട്ടില്ല. അതാണ് കുരുത്തം എന്ന് പറയുന്നത്. കേൾക്കണോ നിങ്ങൾക്ക്, മഹാനായ ശാഫിഈ ഇമാം വലിയ ധർമ്മിഷ്ഠനാണ്, വലിയ ധർമ്മിഷ്ഠൻ. അവരെ ധർമ്മത്തെ സംബന്ധിച്ച് ഒരേ സംഭവം ഞാൻ കേൾപ്പിച്ചു തരാം. മഹാനായ ശാഫിഈ ഇമാം കാന മിൻ അക്രമിൻ നാസി ഖദിമ മിനൽ യമനി. 5 വർഷം യമനിൽ ജീവിച്ച് നാം പറഞ്ഞുവല്ലോ. യമനിൽ നിന്ന് മൂപ്പര് ഇവിടെ വരുമ്പോൾ 10,000 ദീനാരിൻ 10,000 പൊന്നുറുപ്പിക മൂപ്പരെ കൈവശം ഉണ്ടായിരുന്നു. ഇമാമിൻ്റെ കയ്യിൽ യമനിൽ നിന്ന് വരുമ്പോൾ 10,000 പൊന്നുറുപ്പികയുണ്ട്. ദീനാർ എന്ന് പറഞ്ഞാൽ പൊന്നുറുപ്പ്യ. എന്നിട്ടോ ഫളറബ ഖിബാഅഹു ഖാരിജ മക്ക ഫകാന الناس يأتونه فما برح حتى فرقها كلها. 5 കൊല്ലത്തെ യമനിൽ ജീവിതം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു സഞ്ചിയിലാക്കിയിട്ട് ഈ 10,000 പൊന്നുറുപ്പിക മൂപ്പര് സൂക്ഷിച്ചിട്ടുണ്ട്. വരുന്ന വഴിക്ക് ആരെയൊക്കെ കണ്ടോർക്കൊക്കെ ധർമ്മം എല്ലാവർക്കും കൊടുക്കും. സൂക്ഷിച്ചു വെക്കുന്ന പരിപാടിയില്ല. ഈജിപ്തിൽ ജീവിച്ച കാലഘട്ടത്തിൽ ഇങ്ങനെ ജനങ്ങൾ വരും, കയ്യിലുണ്ടെങ്കിൽ എടുത്ത് കൊടുക്കും. അതിപ്പോഴും അങ്ങനെ തന്നെ. ശാഫിഈ ഇമാമിൻ്റെ മക്കാമിൽ ചെന്നാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് കുറേ ജനങ്ങൾ ഇങ്ങനെ കൂടും. ആര് വന്നാലും തടയൂല, പറയൂല, ഇല്ല എന്ന് പറയില്ല. ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കും. ഇല്ലെങ്കിലോ ആരെത്താ ഉള്ളത് കണ്ടവരിൽ നിന്ന് എൻ്റെ അടുത്ത് കാശുണ്ടോ ഇങ്ങോട്ട് കൊണ്ടാ മേടിച്ച് കൊടുക്കും. ഇങ്ങനെ ധർമ്മം ചെയ്തിരുന്ന മഹാനായ ശാഫിഈ ഇമാം തന്നെ പാടിയിട്ടുണ്ട്. യാ ലഹ്ഫ ഖൽബി അലാ മാലിൻ നജൂദു ബിഹി അലൽ മുഖില്ലീന മിൻ അഹ്ലിൽ മുർവാതി. യാ ലഹ്ഫ ഖൽബി, മനസ്സിൻ്റെ വെപ്രാളം, മനസ്സിൻ്റെ വിഷമം. അലാ മാലിൻ അജൂദു ബിഹി, കാശില്ലല്ലോ, ഉണ്ടെങ്കിൽ ധർമ്മം ചെയ്യാലോ. ധർമ്മം ചെയ്യാൻ കയ്യിൽ കാശൊന്നുമില്ലല്ലോ എന്ന മനസ്സിൻ്റെ വിഷമം എന്നെ വല്ലാതെ അലട്ടുന്നു. ആർക്കാണ് ഈ ധർമ്മം ചെയ്യുന്നത്? അലൽ മുഖില്ലീന, ഇല്ലാത്ത ഒന്നുമില്ലാത്ത ആളുകൾ, നല്ല നല്ല മനുഷ്യന്മാരാണ്, പാവങ്ങളാണ്, ഒന്നുമില്ല, അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? ആ കൊടുക്കാൻ കയ്യിലൊന്നും ഇല്ലാത്തതിൻ്റെ സങ്കടം. ഇന്നത്തിദാരി ഇലാ മൻ ജാഅ യസ്അലുനി മാ ലൈസ ഇൻദി ലമിൻ ഇഹ്ദൽ മുസീബാതി. എൻ്റെ അടുത്ത് ഒന്നും ഇല്ലാട്ടോ എന്ന് പറയലാണല്ലോ പിന്നെ അതിനുള്ള വഴി. ആര് കൈനീട്ടി യാചനയായി വന്നാലും
ആട്ടിവിടാൻ പാടില്ല. അമ്മസായില ഫലാ തൻഹർ, വരുന്നവരെ ഇതടാ എവനടാ എവിടെ നിന്നാണ് എന്തിനാ വന്നത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു വെക്കുക. എന്നിട്ടിങ്ങനെ അവരെ ഫാത്തിഹ ഓതിപ്പിക്കുക, ഖുർആൻ ഓതിപ്പിക്കുക. എന്നിട്ടത് മൊബൈലിലൊക്കെ വീഡിയോ ആക്കി ക്യാമറ ഫോട്ടോ എടുക്കുക. എന്നിട്ടൊക്കെ ഞങ്ങൾ വലിയ വമ്പന്മാരാണ്, കണ്ടില്ലേ, യാചനാകനായി വന്ന അവരെ ഞങ്ങൾ ഖുർആൻ ഓതിപ്പിച്ച് നോക്കി, ഫാത്തിഹ ഓതിപ്പിച്ച് നോക്കി. ആർക്കാ ഫാത്തിഹ ഓതാൻ കിട്ടുക? കേരളക്കാരമാതിരി ഫാത്തിഹ ഓതാൻ ഇന്ത്യ രാജ്യത്ത് ആർക്കാ കയ്യ? നിസ്കാരത്തിൻ്റെ ചർത്തും പറഞ്ഞൊക്കെ ചോദിച്ചാൽ ആർക്കാ കിട്ടുക? ഇപ്പോൾ എ പി ഉസ്താദും മോൻ ഹക്കീമൊക്കെ പോയി പിന്നെ ഉത്തരേന്ത്യൻ പല സംസ്ഥാനങ്ങളിലും മദ്രസയും പള്ളിയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ട് അവിടെയുള്ള 60 വയസ്സായവരൊക്കെ പിടിച്ച് ഇപ്പോഴാണ് മാർക്കം കഴിക്കണത്. ഇത് കഴിച്ചിട്ടില്ല. അവർക്കതറിയില്ല. അതങ്ങനെ കുറേ എണ്ണത് കഴിക്കാഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ വന്നപ്പോൾ തുണി പൊക്കി നോക്കും, മാർക്കം ചെയ്തവരാണോ മാപ്പിളയെന്ന് മനസ്സിലാക്കിയിട്ട് ആക്രമിക്കും. ഇങ്ങനെയുള്ള ഇത് ഉണ്ടായപ്പോഴാണെന്നൊക്കെ പറയപ്പെടുന്നു. അവിടെയൊക്കെ വല്ല പള്ളിമൂലയിൽ ഏതെങ്കിലും കുറഞ്ഞ കുട്ടികൾ പള്ളി ഉണ്ടാവില്ല അടുത്ത് ഷെഡ് കെട്ടിയിട്ട്, നാളെ വിദ്യാഭ്യാസ ബോർഡിൽ ചർച്ച വന്നു, ഷെഡ് കെട്ടിയിട്ട് ആ ഷെഡിൽ 40-45 കുട്ടികൾ ഇങ്ങനെ വരണുണ്ട്. ഒരാളുമുണ്ട്, അയാൾ അലിഫ് ബേ തേ സേ എന്നിങ്ങനെ അക്ഷരം പഠിപ്പിക്കുക. അതിനിടയിൽ ഇവർ ചെന്നപ്പോൾ മഴ അങ്ങോട്ട് പെയ്ത്, ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെ മഴ കൊണ്ട് ഇതാണ്. അപ്പോൾ അവിടെ ഒരു മദ്രസ കെട്ടിക്കൊടുക്കണമെന്നും പറഞ്ഞിട്ട് ബോർഡ് ചർച്ച വന്നതാണ്. ഇതാണ് അവിടത്തേക്ക് മദ്രസ. അങ്ങനെ ഇവിടെ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ യാചനക്ക് വന്നിട്ട് വീടാന്തരം കയറി നടക്കണവരെ പിടിച്ചിട്ട് ഫാത്തിഹ ഷഹാദത്തുൽ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ആക്കിയിട്ടുണ്ടെന്ന ഇതൊന്നുണ്ടല്ലോ, ഇതൊന്നും ഇസ്ലാമിൻ്റെ സംസ്കാരമല്ല. ഏത് ജാതി വന്നാലും ഫീ കുല്ലി കബദിൻ സദഖന്നല്ലേ. പട്ടിക്ക് തിന്നാൻ കൊടുത്താലും പൂച്ചക്ക് തിന്നാൻ കൊടുത്താലും പക്ഷികൾക്ക് തിന്നാൻ കൊടുത്താലൊക്കെ സദഖയല്ലേ. ആര് കുടുംബത്ത് കയറി വന്നാലും ഉണ്ടെങ്കിൽ കൊടുക്കണം. അവരെ ചോദ്യം ചെയ്യാനോ അവരെ കൊണ്ട് ഫാത്തിഹ ഓതിപ്പിക്കാനോ അവരെ വഷളാക്കാനോ ഒന്നും നിൽക്കരുത്. ചിലപ്പോൾ പല തട്ടിപ്പോയിട്ട് വരും. യാചനക്ക് ഇറങ്ങുന്നവർ അതിന് പറ്റിയ വിദ്യകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പല ജാതി തട്ടിപ്പ് ഓരോരുത്തുണ്ടാവും. അത് നമ്മൾ നോക്കണ്ടാണ്. കുതിരപ്പുറത്ത് വന്നവനും സദഖ ചെയ്യണമെന്നല്ലേ. ആഡംബരത്തിൽ കുതിരപ്പുറത്ത ഒരുത്തം വന്നത്, നീ വലിയ മുതലാളിയല്ലേ എന്ന് പറയാൻ പാടില്ല. ഉണ്ടെങ്കിൽ കൊടുത്തേക്കണം, ഇല്ലെങ്കിൽ പുഞ്ചിരി. ദാ ശാഫി ഇമാം പറയാ, എന്നോട് എന്തെങ്കിലും ധർമ്മം ചോദിച്ചു വരുന്ന ആളുകളോട് എൻ്റെ അടുത്ത് ഒന്നുമില്ലാണ്ടാ എന്നിങ്ങനെ സങ്കടം പറയൽ, കാരണം ബോധിപ്പിക്കൽ. മലൈസ ഇന്ദീലമിൻ ഇഹ്ദൽ മുസീബാത്തി, ഒന്നുമില്ല എന്ന് പറയലോ അത് അതിനേക്കാളും വലിയ മുസീബത്ത്. ഇങ്ങനെ കണ്ടമാനം കടം വാങ്ങി ധർമ്മം ചെയ്ത മഹാനാണ് ശാഫിഈ ഇമാം. അവർ വഫാത്താകാനായപ്പോഴേ കലശലായ രോഗമാണ്. രോഗം എന്ന് പറഞ്ഞാൽ കലശലായ രോഗ. ഈ എന്താ പറയുക, ബാസൂർ എന്താ പറയുക, പൈൽസിൻ്റെ അസുഖമാണ്. അടിയിൽ പാത്രം വെച്ചിട്ടായിരിക്കുക, ബ്ലഡ് ഇങ്ങനെ നിറയുമ്പോൾ കൊണ്ടുപോയി ഒഴിക്കും. വല്ലാതെ ഇടങ്ങേറാകുമ്പോൾ നഫീസത്ത് ബീവി ജീവിച്ചിരിക്കണ കാല നഫീസത്ത് ബീവിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കും, ഒന്ന് ദ്വാരക്കണം ബീവി എന്ന് പറഞ്ഞു. അതെന്താ, സ്വാലിഹീങ്ങളോട് വലിയ മഹബത്ത ശാഫി ഇമാമിന്. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ശഫാഅ. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും, സ്വാലിഹീങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. എന്തേ? ആ ഇഷ്ടം കാരണമായി ആഖിറത്തിൽ വരുമ്പോൾ അവരെ ശഫാഅത്ത് എനിക്ക് കിട്ടുമല്ലോ. അപ്പം നഫീസത്ത് ബീവിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കും ദ്വാരക്കാൻ വേണ്ടി. ബീവി ദ്വാരക്കും, അപ്പോൾ ഒരാശ്വാസം കിട്ടും. അങ്ങനെയായി അവസാനം രോഗം മൂർച്ഛിച്ച് ഒരു ദിവസം പറഞ്ഞയച്ചപ്പോൾ ബീവി പറഞ്ഞു, ഇനി ദ്വാ വേണ്ടാന്ന് പറഞ്ഞു. നഫീസത്ത് ബീവിൻ്റെ മക്കാമ് ശാഫി ഇമാമിൻ്റെ മക്കാമിൻ്റെ അവിടുന്ന് നടക്കുകയാണെങ്കിൽ ആകെ ഒരു 1-1.5 കിലോമീറ്ററേ ഉള്ളൂ. വളഞ്ഞു പോകുകയാണെങ്കിൽ 4 കിലോമീറ്റർ ഉണ്ടാവും വാഹനത്തിന് പോയാൽ. രണ്ടും അടുത്തടുത്താ. നഫീസത്ത് ബീവിൻ്റെ മക്കാം എവിടെ? അതവരെ വീട്ടിലാണ്. ആ വീട്ടിലെന്താ പ്രത്യേകത?
അവരെ കൈകൊണ്ട് അവർ ഖബർ കുഴിച്ചു. ആ ഖബറിൽ ഇറങ്ങിയിരുന്ന് എത്രയോ തവണ ഖുർആനോദി ഖത്തം തീർത്തവരാണവർ. ഖബർ കണ്ടവ പേടിച്ചോടിയവരല്ല, ഖബർ കഴിച്ചുണ്ടാക്കിയവരാണ്. ആ ഖബറിൽ ഇറങ്ങിയിരുന്ന് എത്രയോ തവണ ഖുർആനോദി ഖത്തം തീർത്ത മഹദിയാണ്. 30 വർഷം തുടരെയായി നോമ്പ് നോറ്റ മഹദിയാണ്. നിസ്കാരവും ഇബാദത്തുമായി കഴിഞ്ഞുകൂടിയവരാണ്. ജനങ്ങളിങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്കും ദ്വാരപ്പിക്കാനും ഒക്കെ വന്നിട്ട് ബുദ്ധിമുട്ടിച്ചപ്പോൾ മദീനയിലേക്ക് തിരിച്ചു പോകാൻ, മദീനക്കാരിയാണ്, അങ്ങോട്ട് പോകാനൊരുങ്ങിയപ്പോൾ രാജാവ് ഇടപെട്ടുകൊണ്ട് നിങ്ങൾ പോകരുത് ബീവി, നിങ്ങളെ ബർക്കത്ത് ഈ രാജ്യത്തിന് വേണം എന്ന് അവരോട് ഉപദേശിക്കുകയും അവരെ കാണാനും ദ്വാരപ്പിക്കാനും വരുന്ന ആളുകളോട് എല്ലാ ദിവസവും എല്ലാ സമയത്തും വന്ന് ബുദ്ധിമുട്ടിക്കരുതെന്ന് അവരോട് നിർദ്ദേശിക്കുകയും ചെയ്ത് സമയം നിർണയിച്ചു കൊടുത്തതാണ്. ആ നബീസ ബീവിൻ്റെ അടുത്തേക്കാണ് ദ്വാരക്കാൻ പറഞ്ഞയച്ചത്. അവസാനം ചെന്നപ്പോൾ പറഞ്ഞ് ഇനി ദ്വാ വേണ്ടാന്ന്. അപ്പം ഷാഫി ഇമാമ് മനസ്സിലാക്കി ഇതെൻ്റെ അവസാനത്തെ രോഗമാണ്. അപ്പം ഷാഫി ഇമാമ് ഒരു വസിയത്ത് ചെയ്തു. എന്താ വസിയത്ത്? റൂഹ് പിരിഞ്ഞാൽ പിന്നെ ഒരു മുതലാളി, ഒരു വലിയൊരു ധനാഢ്യനായ ഒരാളുണ്ട്, അങ്ങേര് വന്നിട്ടേ കുളിപ്പിക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വഫാത്തായി. വലിയ വലിയ മല പോലത്തെ ആലിമീങ്ങൾ ശിഷ്യന്മാരായിട്ടുണ്ട്, മക്കളുണ്ട്. മാം മുസ്നിയെപ്പോലെയുള്ള മഹാത്മാക്കൾ, പെങ്ങന്മാരെ മക്കൾ, മാം ത്വഹാബിയെ പോലെയുള്ളവർ എല്ലാവരും ഉണ്ട്. പക്ഷേ ആ മുതലാളി വരാൻ കാത്തുക്കുക. എല്ലാവരും കാത്തുങ്ങ നിൽക്കുക. മുതലാളി ഇങ്ങോട്ട് വന്ന്, മുതലാളി തലമുണ്ടുള്ള മുതലാളിയാണ്. മുതലാളി ഞാനിപ്പോൾ ഒരാളായിട്ടുണ്ട് ഇവരുടെ ഇടയിൽ എന്നൊന്നുമില്ല. മുതലാളി പറഞ്ഞു ഞാൻ വന്നിട്ട് കുളിപ്പിച്ചാൽ മതി. ഇമാം അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞു. എന്നാൽ ഇമാത്തിന് മക്തൂബാത്തു, ഇമാമിൻ്റെ എഴുത്തുകുത്തുകളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. ഡയറി കുറിപ്പുകളൊക്കെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ അതിൽ എഴുതി വച്ചിട്ടുണ്ട് 70,000 ദിർഹം ഇമാമിന് കടമുണ്ട്. ഈ കടം മുഴുവൻ എന്തിനു മേടിച്ചതാ? ഇതൊക്കെ അവരേന്ന് വരുന്നൊക്കെ വാങ്ങും. ആരെങ്കിലുമൊക്കെ ചോദിച്ച് വരുമ്പോൾ മൂപ്പരെന്ന് കുറച്ച് വാങ്ങി അങ്ങോട്ട് കൊടുത്ത്, അയാളെന്ന് വാങ്ങിക്കൊടുത്ത്, ഇങ്ങനെ വാങ്ങിക്കൊടുത്തതാ. ആ മുതലാളി പറഞ്ഞു ഇതാണ് ഞാൻ കുളിപ്പിക്കണം എന്ന് പറഞ്ഞത്. ഇത് ഞാൻ കുളിപ്പിച്ചിരിക്കുന്നു, ഈ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, ഇമാമിൻ്റെ കടം ഞാൻ കുളിപ്പിച്ച് മാറ്റിയിട്ടുണ്ട്, ഞാൻ മയ്യത്ത് നിങ്ങൾ കുളിപ്പിച്ചോളൂ. സുബ്ഹാനല്ലാഹ്. ഇമാം ഗസാലി തങ്ങൾ തൻ്റെ ഇഹ്യ 3-ാം വാള്യം 309-ാം പേജിൽ എഴുതി വച്ചിരിക്കുന്നു. ആ മഹാനായ മനുഷ്യൻ മുതലാളി, അദ്ദേഹത്തിൻ്റെ മക്കളും മക്കളെ മക്കൾ പരമ്പരകൾ മുഴുവനും സ്വാലിഹീങ്ങളായി. എന്താണ് കാരണം? ശാഫി ഇമാമിനെ മഹബത്ത് വെച്ചു എന്ന ഒറ്റ കാരണത്താൽ. ശാഫി ഇമാമിനെ പണം കൊണ്ട് മഹബത്ത് വെച്ചു. ഇമാമിനോടുള്ള മഹബത്ത് കൊണ്ടാണല്ലോ ഇത്ര വലിയ സംഖ്യ ഏറ്റെടുത്തത്. ആ ഇമാമിനോടുള്ള മഹബത്തുള്ള മഹാനാണ്. ആ മഹബത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ പരമ്പരകൾ മുഴുവനും സ്വാലിഹീങ്ങളായി. നോക്കൂ നിങ്ങൾ, ഈ മഹബത്ത് പഠിപ്പിച്ച മഹാനാണ് ശാഫിഈ ഇമാം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എവിടെയാ? ബഗ്ദാദിലാണ്. ശാഫിഈ ഇമാം ഈജിപ്തിലാണ്. ഈജിപ്തിൽ നിന്ന് ബഗ്ദാദിലേക്ക് ഫ്ലൈറ്റ് പറക്കുകയാണെങ്കിൽ 3 മണിക്കൂർ ഫ്ലൈറ്റ് പോകണം. അത്രയും ദൂരെയാണ് ആ രാജ്യങ്ങൾ തമ്മിലുള്ള അകലം. ആ രാജ്യത്ത് മഹാനായ ഇമാമുന് ശാഫിഈ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് മഹാനായ റബീഅ ഇബ്നു സുലൈമാൻ തങ്ങളെ വിളിച്ചിട്ട് പറയാ, മോനെ റബീഅ, ഓ ഞാനൊരു എഴുത്ത് തരാം, ആ എഴുത്ത് നീ ഇമാം അഹ്മദ് ബിൻ ഹംബലിന് കൊണ്ടു കൊടുക്കണം. എവിടെ? ബഗ്ദാദിൽ. റബീഅ ഇബ്നു സുലൈമാൻ പ്രമുഖ ശിഷ്യന്മാരിൽപ്പെട്ട 4 മഹാത്മാക്കളിൽ പ്രധാനിയായ ശിഷ്യനാണ്. വലിയ മദ്ഹബിലെ ഇമാമാണ്. ആ റബീഅ ഇബ്നു സുലൈമാൻ എന്ന വലിയ പണ്ഡിതൻ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം കത്തുവാങ്ങി പോവുകയാണ് ബഗ്ദാദിലേക്ക്. ബഗ്ദാദിലെത്തുമ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവിടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞിരിക്കുകയാ. ആ സമയത്താണ് അങ്ങോട്ട് എത്തിയത്. എന്തേ വന്നത്?
ഞാൻ ഈജിപ്തിൽ നിന്ന് വരികയാണ്. എന്തേ? ഷാഫി ഇമാം അങ്ങേക്കൊരു എഴുത്ത് തന്നയച്ചിട്ടുണ്ട്. ആ എഴുത്ത് അങ്ങോട്ട് കൊടുത്തു. എന്താണ് എഴുത്തിലുള്ളത്? ഞാനത് വായിച്ചിട്ടില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ എഴുത്ത് പൊട്ടിച്ചിങ്ങനെ വായിച്ച് കരയാൻ തുടങ്ങി. കരഞ്ഞ് 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 കരഞ്ഞിങ്ങനെ കണ്ണുനീരൊലിച്ചിട്ട് വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ നനയുക. അപ്പം എന്താണ് സംഭവം? അത് അക്കാലഘട്ടം അപകടം പിടിച്ച കാലമായിരുന്നു. രാഷ്ട്രീയമായി ഭരണകൂടത്തിലെ രാജാക്കന്മാരെ ഇന്നത്തെ വഹാബികൾ സ്വാധീനിക്കുന്നത് പോലെ അന്നത്തെ ചില പുത്തൻ പ്രസ്ഥാനവാദഗതികൾ സ്വാധീനിക്കപ്പെട്ട കാലമായിരുന്നു. അവരുടെ ചില പുതിയ വാദഗതികളിൽ ഒന്നായിരുന്നു ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, ഖൽഖാണ് എന്ന വാദം. ആ വാദം കൊട്ടാരങ്ങളിൽ മുഴങ്ങിക്കേൾക്കുകയും അതിനുവേണ്ടി വാദിക്കുന്ന ഒട്ടനവധി ആലിമീങ്ങൾ, ഖവാരിജികളായ മുഅ്തസിലികളായ ആലിമീങ്ങൾ ഉണ്ടാവുകയും ചെയ്ത കാലമാണ്. അതിനെതിരിൽ പടപൊരുതി നിന്ന മഹാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, അത് അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, അതൊരിക്കലും സൃഷ്ടിയാകാൻ പറ്റില്ല എന്ന വാദഗതിയാണ് ലോകത്തെ ഇസ്ലാമിൻ്റെ വാദഗതി. അതിനെതിരെ ഭരണകൂടം രംഗത്ത് വന്നപ്പോൾ ഭരണകൂടത്തിനെതിരെ ശക്തിയുക്തം എതിർത്ത് രംഗത്ത് വന്ന മഹാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ. ആ സമയത്ത് ഷാഫി ഇമാം ഒരു മനാമ് കണ്ടു, സ്വപ്നം കണ്ടു. ആരാ സ്വപ്നത്തിൽ? ഹബീബ് റസൂലുള്ളാഹി. എന്താണ് സ്വപ്നത്തിൽ വന്നത്? അഹ്മദ് ബിൻ ഹംബലിനോട് അറിയിക്കണം, തുംതഹനു, നിങ്ങളെ പരീക്ഷിക്കപ്പെടും, ഫലാ തസില്ല ഖദമക, നിന്റെ കാലിടറിപ്പോകരുത് കേട്ടോ എന്ന്. ഉസ്താദിന് സ്വപ്നം കാണിക്കുക, ഷാഫി ഇമാമിനെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബലിനോട് ഉപദേശിക്കണം. ഈ ഖുർആൻ വാദഗതിയിൽ പലവിധ പരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെടും. കൊട്ടാരത്തിൽ ഹാജരാക്കി ഇമാം അഹ്മദ് ഹംബൽ തങ്ങളെ കൊണ്ടുപോയി അടിക്കും. രാവിലെ ദിവസേന കൊണ്ടുപോയി കമഴ്ത്തി കിടത്തിയിട്ട് ചാട്ടവാർ കൊണ്ട് അടിച്ചടിച്ചടിച്ചടിച്ച് പുറം പൊട്ടി പഴുത്ത്. അപ്പോൾ വൈദ്യന്മാർ വിഷഗ്ധരന്മാർ വന്നിട്ട് മാംസം ചെത്തി എണ്ണ തേക്കും മരുന്ന് തേക്കും. അങ്ങനെയാണ് കൊട്ടാരത്തിൽ ശിക്ഷിച്ചിരുന്നത്. എന്നിട്ടും പറഞ്ഞ ആദർശത്തിൽ നിന്ന് പിന്നെ മാറ്റില്ല. ആ സമയത്താണ് ഹബീബ് റസൂലുള്ളാഹി തങ്ങൾ ഷാഫി ഇമാമിന് മനാമിൽ വരുന്നത്. സ്വപ്നത്തിൽ വന്നിട്ട് കൽപ്പന, ഈ കത്ത് കൊടുത്ത ഇതാണ് കത്തിൽ എഴുതിയേക്കണത്. ഈ കത്തിലാ എന്ത് എഴുതി? സത്തും തഹനു ഫലാ തസില്ല ഖദമക, കാലിടറിപ്പോകാൻ പാടില്ല മോനെ എന്ന ഉപദേശം. ആ ഉപദേശം വായിച്ചിട്ടാണ് ഇമാം അഹ്മദ് ഹംബൽ തങ്ങൾ ഇങ്ങനെ കരഞ്ഞത്. ചെന്ന റബീഅ പറഞ്ഞു, ഞാൻ പോട്ടെ. ആ പോയിക്കോ മോനെ, എനിക്ക് എന്തെങ്കിലും ഉണ്ടോ അങ്ങനല്ല ബർക്കത്തിന് ഹദിയ കിട്ടാൻ? ഒരു സന്ദേശമായിട്ട് ഇത്ര ദൂരത്തുനിന്ന് വന്നതല്ലേ. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവരിട്ടിരിക്കുന്ന കുപ്പായം അങ്ങോട്ട് ഊരിയിട്ട് അങ്ങോട്ട് കൊടുത്തു. ഈ കുപ്പായവുമായി മഹാനായ റബീഅ ഇബ്നു സുലൈമാൻ അവർ ഈജിപ്തിലെത്തിയപ്പോ ഷാഫി ഇമാം ആ കുപ്പായങ്ങൾ വാങ്ങി മൊത്തി മണത്തിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഹദിയ കിട്ടിയതാണ്, ഇതെനിക്ക് തരണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതൊൽപ്പം വെള്ളത്തിലിടണം, എന്നിട്ട് ഇതൊന്ന് കുലുക്കി കഴുകിയിട്ട് ആ വെള്ളം എനിക്ക് ബർക്കത്തിന് കുടിക്കാൻ തരണം. മഹാനായ ഇമാമുന ശാഫിഈ തങ്ങൾ പറഞ്ഞ ഈ സംഭവം തബഖാത്തു ശാഫിഈയ്യത്തുൽ കുബ്രയുടെ ആദ്യ ഭാഗത്തിൽ എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മഹാനായ ശാഫിഈ ഇമാം പറയുകയാണ്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കുപ്പായം, അവിടുത്തെ ശരീരത്തിൽ തട്ടിയ ബറക്കത്തുള്ള കുപ്പായം എനിക്ക് തരണം എന്ന് പറയാനാണ് ആഗ്രഹം. അത് ഞാൻ പറയുന്നില്ല, മറിച്ച് നിങ്ങളതൊരു പാത്രം വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ആ വെള്ളം എനിക്ക് തരണം, ഞാൻ അതുകൊണ്ട് കുടിച്ചിരിയാത്ത ബർക്കബിഹി, ഞാൻ അതുകൊണ്ട് ബർക്കത്തെടുക്കട്ടെ. ഇതാണ് അതാണ് മഹാനായ ഇമാമുന ശാഫിഈ.
അള്ളാഹു ഷാഫി ഇമാമിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും ഹിദായത്തിൻ്റെ ഹരികാരാക്കി തരട്ടെ. നമ്മളെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളാക്കി തരട്ടെ. നമ്മളെ കൂട്ടും കുടുംബം ഭാര്യമാർ പുത്രിമാർ എല്ലാവരെയും അള്ളാഹു ഖൈറിൻ്റെ ഹരികാരാക്കി തരട്ടെ.